നവംബർ 30-ന് ആരംഭിച്ച പുനലൂർ ഉപജില്ലാ കലോത്സവം ഇന്ന് സമാപിക്കും. കഴിഞ്ഞ വർഷങ്ങളേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് മത്സരങ്ങളെങ്കിലും പരിമിതികളും പരാതികളും പതിവ് പോലെ തന്നെ. അറബിക് സംസ്കൃത വേദികളെ അവഗണിച്ചെന്ന പതിവ് പരാതി ഈ വർഷവും ഉയർന്നു. കഴിഞ്ഞ ദിവസത്തെ മഴയും ഇടയ്ക്കിടയ്ക്കുള്ള വൈദ്യുതി തടസ്സവും ചെറിയ രീതിയിൽ കലാമേളയെ ബാധിച്ചു. മഴവെള്ളത്തിലിരുന്ന് വിധികർത്താക്കൾക്ക് മാർക്കിടേണ്ടി വന്നു. പതിവുകൾക്ക് വിപരീതമായി അപ്പീലുകൾ ഇക്കൊല്ലം കുറവായതായി AEO ലൈവ് വാർത്തയോട് പറഞ്ഞു. നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. നമുക്ക് അപ്പീലുകളൊന്നും അറിയാത്തില്ല. നല്ല ജഡ്ജസിനെയാണ് നമുക്കിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് പ്രോഗ്രാം കമ്മിറ്റി പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ കമ്മിറ്റികളും വളരെ നല്ല രീതിയിലാണ് സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വേദികൾ അടുത്തടുത്ത് ക്രമീകരിച്ചത് മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കി. നാടക മത്സരങ്ങൾക്ക് UP വിഭാഗത്തിലും HS വിഭാഗത്തിലും നിലവാരം കുറഞ്ഞതായാണ് അനുഭവപ്പെട്ടത്. എന്നാൽ മൂകാഭിനയ മത്സരങ്ങൾ ഇത്തവണയും ഏറെ നിലവാരം പുലർത്തി. വ്യത്യസ്ത ആനുകാലിക പ്രമേയങ്ങൾ മൂകാഭിനയ മത്സരത്തിൽ ഉയർന്നു വന്നു. ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു ഓട്ടംതുള്ളൽ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. കലോത്സവ വേദിയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത, പുനലൂർ.